കാഞ്ചിയാർ പഞ്ചായത്തിൽ LDF കമ്മിറ്റി ബഹിഷ്കരിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡ്രീം ഡിഫൈൻ ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് യാക്കോബൈറ്റ് ചർച്ച്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ്, രാജകുമാരി. CR ആർക്കേഡ്, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, കുമളി റോഡ്, കമ്പം. ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ്, തേനി. പ്രസിഡന്റിന്റെ സഭ്യമല്ലാത്ത സംസാരത്തിലും തീരുമാനമെടുക്കുന്നതിൽ സെക്രട്ടറിയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റിന്റെയും അംഗങ്ങളെയും ഒഴിവാക്കുന്ന പ്രവണതയ്ക്കുമെതിരെയാണ് LDF അംഗങ്ങൾ വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാറിന്റെ നേതൃത്വത്തിൽ ബഹിഷ്കരണം നടത്തിയത്. കാഞ്ചിയാർ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഭൂരിപക്ഷമുള്ള LDF അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചു. പ്രസിഡന്റിന്റെ വനിതാ മെമ്പർമാരോടുള്ള സഭ്യമല്ലാത്ത സംസാരത്തിലും വികസന പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് അംഗങ്ങളെ ഒഴിവാക്കുന്നതിലും പ്രതിഷേധിച്ചാണ് കമ്മിറ്റി ബഹിഷ്കരിച്ചതെന്ന് LDF അംഗങ്ങൾ പറഞ്ഞു. പ്രസിഡന്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ 18-ാം തീയതി 18/7/2024 നടക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിക്കുന്നതിനാണ് LDF മെമ്പർമാരുടെ തീരുമാനം. 9/7/2024 പ്രസിഡന്റ് സഭ്യമല്ലാത്ത ഭാഷയിൽ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നോട് സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ സെക്രട്ടറി ഈ വിവരം അറിഞ്ഞിട്ട് പോലും എന്താണ് നടന്നത് എന്നുള്ളത് ചോദിക്കാൻ ഒരു ശ്രമം നടത്തുകയും ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതിനുശേഷം നടക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി ഇതിൽ പങ്കെടുക്കേണ്ട എന്നാണ് ഞങ്ങളുടെ LDF നേതൃത്വം ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതു രംഗത്ത് 110 KV ലൈനുമായി പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി തിരുവനന്തപുരം പോയ കാര്യം സംസാരിച്ചതുമായി ബന്ധപ്പെട്ടാണ് സഭ്യമല്ലാത്ത ഭാഷ പ്രസിഡന്റ് സംസാരിക്കുവാനിടയായി. ഈ 3.5 വർഷക്കാലം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും 3 ആഴ്ച കൊണ്ട് ഇവിടെ ചെയ്യാൻ നോക്കണ്ട. അത് പ്രസിഡന്റ് പറഞ്ഞ ഭാഷ അതല്ല, അത്തരം ഭാഷയൊന്നും പ്രയോഗിക്കാൻ ഞാൻ ആളല്ല. ഞാൻ എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് അത്തരം ഭാഷ സംസാരിച്ചല്ല ഞാൻ ഈ രംഗത്തേക്ക് വന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ പഠിച്ച ആ ഒരു ജീവിത രീതി അനുസരിച്ചും ഞാൻ ആ ഭാഷ ഉച്ചരിക്കുവാനായിട്ട് മുതിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഭാഷകളൊക്കെ അവരവരുടെ കുടുംബങ്ങളിൽ പറയാവുന്ന ഭാഷയാണെന്നാണ് ഞാൻ കരുതുന്നത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരായിട്ടുള്ള ജനപ്രതിനിധികൾക്ക് ചേർന്ന ഭാഷയല്ല അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നതെന്നാണ് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ അത്തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും തന്നെ കൂടിയാലോചിച്ച് നടത്തുന്ന ഈ കാര്യങ്ങളിൽ മറ്റ് ജനപ്രതിനിധികളെന്ന നിലയ്ക്കും LDFന് ഭൂരിപക്ഷമുള്ള 9 അംഗങ്ങളുള്ള പഞ്ചായത്ത് കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കാതെ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളോട് LDF അംഗങ്ങളായ ഞങ്ങൾ 9 പേര് വിയോജിപ്പ് അറിയിച്ചു. കഴിഞ്ഞ 9-ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ 110 KV ലൈനിന്റെ നിവേദനം നൽകുന്നതിന് അറിയിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് ക്ഷുഭിതനാവുകയും സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ സെക്രട്ടറിയും പ്രസിഡന്റും മാത്രം അറിഞ്ഞാണ് നടത്തുന്നത്. ഇതിനെതിരെ പലതവണ പരാതി പറഞ്ഞിട്ടും തിരുത്താൻ തയ്യാറായിട്ടില്ല. ഇതെല്ലാം തിരുത്തണമെന്ന ആവശ്യമുയർത്തിയാണ് ഭൂരിപക്ഷമുള്ള LDF അംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ചത്. അംഗങ്ങളെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകേണ്ട പ്രസിഡന്റ് അംഗങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും LDF ആരോപിച്ചു. പ്രസിഡന്റിന്റെ നിലവിലുള്ള രീതിയും ഭാഷാ ഉപയോഗവും നിയന്ത്രിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കാനാണ് ഇടത് അംഗങ്ങളുടെ തീരുമാനം. എന്നാൽ വൈസ് പ്രസിഡന്റിനോട് മോശമായി പ്രസിഡന്റ് സംസാരിച്ചതായുള്ള ആക്ഷേപത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ UDF വിയോജനം രേഖപ്പെടുത്തി. പ്രസിഡന്റും LDF തമ്മിലുള്ള പടലപ്പിണക്കത്തിൽ വികസന പ്രവർത്തനങ്ങൾ താളം തെറ്റുകയാണെന്നും UDF ആരോപിച്ചു. ഇന്ന് നടന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റിനെതിരെ പ്രസിഡന്റ് ചില മോശം പരാമർശങ്ങൾ നടത്തിയതായിട്ട് വൈസ് പ്രസിഡന്റ് ആക്ഷേപം ഉന്നയിച്ചു. ഇക്കാര്യത്തിൽ വനിതാ പ്രവർത്തക എന്നുള്ള നിലയിൽ LDFൻ്റെ ആളാണെങ്കിൽ വൈസ് പ്രസിഡന്റിനെതിരെ നടത്തിയ നീക്കം അങ്ങനെയൊരു മോശം പരാമർശം നടത്തിയെങ്കിൽ അത് തെറ്റാണെന്ന് UDF അംഗങ്ങൾ കമ്മിറ്റിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള വിയോജനം UDF മെമ്പർമാർ അറിയിച്ചു. ഞങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ചില്ല, കമ്മിറ്റി തുടർന്നു. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രസിഡന്റും LDFും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ സാരമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. യാതൊരുവിധ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്നില്ല. ഇങ്ങനെയുള്ള പരസ്പരമുള്ള പോര് മൂലം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് നമുക്ക് അംഗീകരിക്കാനാകില്ല. എന്നാൽ ഒരു വനിതാ വൈസ് പ്രസിഡന്റിനെതിരെ ഇങ്ങനെ നടത്തിയ പരാമർശം തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമായി അതിൽ UDFനോട് വിയോജനം ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കും.
LDF പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചത് തന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാനെന്ന് കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. വൈസ് പ്രസിഡന്റിനെതിരെ താൻ സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. വികസന പ്രവർത്തനങ്ങളിൽ ആരെയും മാറ്റി നിർത്തിയിട്ടില്ലെന്നും സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. പഞ്ചായത്തിന്റെ ഭരണസമിതി മീറ്റിംഗ് ഇന്ന് ഇടതുപക്ഷ LDFന്റെ അംഗങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ലഭിക്കുകയും അവർ പുറത്തു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നാളിതുവരെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും പരസ്പര സമ്മതത്തോടും പരസ്പര സ്വീകാര്യതയോടും കൂടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം 110 kV ലൈനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രൈവറ്റ് സെക്രട്ടറി എന്നെ വിളിക്കുകയും അതിന് പ്രകാരം ഞായറാഴ്ച ഇവിടുന്ന് പോവുകയും ചെയ്തു. അത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള അറിയിപ്പിനെ തുടർന്നാണ് ഞായറാഴ്ച രാവിലെ പോകുന്നത്. 10:30 അവിടെ 11 മണിക്ക് തിരുവനന്തപുരത്ത് ചെല്ലണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അവിടെ പോവുകയും അവിടെ റൂം എടുത്ത് തങ്ങി 10 മണിക്ക് തന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ അത് ശേഷം ഭരണസമിതി മീറ്റിങ്ങോ ഇല്ലെങ്കിൽ ഒരു കൂടിയാലോചനയോ അവധി ദിവസമോ ആയിരുന്നു. അതുകൊണ്ട് മറ്റ് ജനപ്രതിനിധികളെ ആരെയും അറിയിച്ചിട്ടില്ല. അത് തന്നെയല്ല 110 kV വിഷയം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു വിഷയമായി എടുത്തുകൊണ്ട് സമരം നടത്തുകയും അതിനുവേണ്ടി KSEBയുടെ ധർണ്ണ നടത്തുകയും എല്ലാ ജനപ്രതിനിധികളും ഒന്നിച്ചുകൊണ്ടാണ് ചെയ്തത്. അതിൻ്റെ സമരസമിതിയുടെ രക്ഷാധികാരിയായിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അവിടെ നടന്ന മീറ്റിങ്ങിൽ തിരഞ്ഞെടുത്തതുമാണ്. അതിന് പ്രകാരമാണ് തിരുവനന്തപുരത്ത് ചെല്ലുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചത്. അതിന് പ്രകാരമാണ് പോയത്. അത് ഭരണസമിതിയുടെ അനുമതിയില്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ശനിയാഴ്ച നടന്ന തിങ്കളാഴ്ച നടക്കേണ്ട മീറ്റിങ്ങിൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഇവിടെ പോയത്. അതിനിടയ്ക്ക് മീറ്റിംഗ് കൂടാനോ ജനപ്രതിനിധികളുടെ ഒരു കമ്മിറ്റി കൂടാനോ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുക. കഴിഞ്ഞ 9 നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റിനെ 110 kV ലൈനുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരെ കാണാൻ പോയത് അറിയിച്ചില്ലെന്ന് പറഞ്ഞ് ആദ്യം ക്ഷുഭിതയായത് വൈസ് പ്രസിഡന്റ് വിജയകുമാരിയാണ്. താൻ നാടൻ ഭാഷയായ നിങ്ങളെന്ന് മാത്രമാണ് ഉപയോഗിച്ചത്. കമ്മിറ്റിയിൽ മറ്റ് 2 വനിതാ അംഗങ്ങളും ഉണ്ടായിരുന്നു. തനിക്ക് സമൂഹത്തിലുള്ള അംഗീകാരം തകർക്കുകയാണ് LDFന്റെ ലക്ഷ്യം. വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനമാണ് ഇതിന് പിന്നിൽ. LDFന്റെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. അതെ, വീടിന്റെ പ്ലാൻ മുഴുവൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നു. ഇന്റീരിയർ അത് ഞാൻ ആരെയും കൈകടത്താൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഇന്റീരിയറാ ഒരു വീടിന്റെ ജീവനെന്ന് പറയുന്നത്. അതുമല്ലോ നിനക്കറിയൂ. എന്റെ പപ്പ മമ്മി ഇന്റീരിയർ ഡിസൈൻസിനെ കുറിച്ച് വലിയ ഗവേഷണമൊക്കെ നടത്തി ഏറ്റവും നല്ല ഗ്രൂപ്പിനെ തന്നെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഗവേഷണോ? അതെന്തിനാ മമ്മി? നിങ്ങളെ ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോന്നോ? അത് തന്നെ അല്ലായിരുന്നു എന്റെ മനസ്സിലും. വീടുകൾ, ഷോപ്പുകൾ, ആരാധനാലയങ്ങൾ, ഫാക്ടറികൾ, ഡിസ്പ്ലേ സെന്ററുകൾ, ഓഫീസ് റൂമുകൾ എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾ ഫാക്ടറി ഫിനിഷിംഗിൽ ചെയ്തു നൽകുന്നു. ഡ്രീം ഡിഫൈൻ ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് യാക്കോബൈറ്റ് ചർച്ച്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ്, രാജകുമാരി. CR ആർക്കേഡ്, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, കുമളി റോഡ്, കമ്പം. ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ്, തേനി.